വ്യൂവേഴ്സ്, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും നമസ്കാരം. അഭിയുടെയും ജാനകിയുടെയും ഇന്നത്തെ കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെതാ മൂന്നാറ് ട്രിപ്പും ഒക്കെ കഴിഞ്ഞ് ലച്ചുവിനെയും കൂട്ടിയിട്ട് അളകാപുരി തറവാട്ടിൽ വന്നിറങ്ങുകയാണ് നമ്മുടെ അഭിയും ജാനകിയും. ഈ കാഴ്ച കണ്ടതും പെട്ടെന്ന് നമ്മുടെ മുത്തുവിൻ്റെ അടുത്തേക്ക് ഓടിപ്പാഞ്ഞു ചെന്ന് അപർണയാണെങ്കിൽ ഏഷ്ണി കയറ്റാനും തുടങ്ങി. മുത്തു ആണെങ്കിലോ എല്ലാ കാര്യങ്ങളും കണ്ട് ടെൻഷൻ അടിച്ചിട്ട് മുത്തശ്ശി ഇപ്പം നമ്മുടെ അഭിക്കും ജാനകിക്കും ഒക്കെ സൂര്യനാരായണൻ എസ്റ്റേറ്റ് കൊടുത്ത കാര്യങ്ങളും ഒക്കെ ആലോചിച്ച് ടെൻഷൻ അടിച്ച് നിൽക്കുകയാണ്. അപ്പോൾ പുള്ളിക്കാരിക്ക് ടെൻഷൻ കൂടുന്ന സമയത്ത് മധുരം കഴിക്കുന്ന പരിപാടി ഉണ്ടല്ലോ, അതുകൊണ്ട് തന്നെ ആചാട്ടി ആ മധുരം തപ്പിക്കൊണ്ട് നിൽക്കുക. അങ്ങോട്ടേക്ക് നമ്മുടെ അപർണ വരികയും അപർണ ദാ മുത്തശ്ശിയുടെ ആ ഒരു കൊച്ചുമോളെയും കൂട്ടിയിട്ടാണ് അഭിയും ജാനകിയും കൂടി വന്നിരിക്കുന്നത്. നീ എന്തൊക്കെയാ അപർണ ഈ പറയുന്നതെന്ന് ചോദിച്ച് അപർണയുടെ മെക്കിട്ട് കയറാൻ തുടങ്ങി മുത്തശ്ശി. എൻ്റെ മുത്തശ്ശി, ഞാൻ സത്യമോ പറയുന്നത്. മുത്തശ്ശി ഒന്ന് പോയി നോക്ക്. നമ്മൾ മൂന്നാർ പോയ സമയത്ത് ഇവര് മിക്കവാറും ആ പെണ്ണിനെ ഏതെങ്കിലും ഒരു അനാഥാലയത്തിലേക്ക് ആക്കുമെന്നായിരുന്നല്ലോ പറഞ്ഞിരുന്നത്. പക്ഷെ അവരിതാ അവളെയും കൂട്ടിയിട്ടാ ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത്. എന്തായാലും മുത്തശ്ശിക്ക് നല്ല ഇടിവെട്ട് പണിയാ. മുത്തശ്ശിയുടെ വാക്കിന് അഭിയും ജാനകിയും എന്തെങ്കിലും ഒരു വില കൊടുത്തോ? ഇല്ലല്ലോ. ഇപ്പം മുത്തശ്ശിക്ക് കാര്യങ്ങൾ മനസ്സിലായല്ലോ. മുത്തശ്ശി വളരെയധികം സ്നേഹത്തോടു കൂടി കൊണ്ടു നടന്ന അഭിയും ജാനകിയും ഒക്കെ മുത്തശ്ശിക്ക് നല്ല ഇടിവെട്ട് പണിയല്ലേ തന്നതെന്നൊക്കെ പറഞ്ഞ് ഇവള് മുത്തശ്ശിക്ക് ഏഷ്ണി കയറ്റി കൊടുക്കുകയാണ്. മുത്തശ്ശി കേട്ട പാതി കേൾക്കാത്ത പാതി അവിടെ നിന്ന് എഴുന്നേറ്റു. അതിനുശേഷമാണെങ്കിലും മുത്തശ്ശി നേരെ ചെല്ലാണ് നമ്മുടെ അഭിയുടെ അടുത്തേക്ക്. ഡാ നിക്കടാ അവിടെ എന്ന് പറഞ്ഞു. ആ സമയം നമ്മുടെ ജാനകിയും അതുപോലെ തന്നെ ലച്ചുവും കൂടി അവരുടെ റൂമിലേക്കുള്ള സ്റ്റെപ്പ് കയറി പോകാൻ തുടങ്ങുക. ഇവളെ ഈ നിമിഷം ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിടണമെന്ന് മുത്തശ്ശി ഒരു കൽപ്പന അങ്ങോട്ട് ഇടുകയാണ്. മുത്തശ്ശിയുടെ വാക്കിന് ഒരല്പം പോലും വില കൊടുക്കാതെ അഭിയും ജാനകിയും ചേർന്ന് നമ്മുടെ ലച്ചുവിനെ വീടിനകത്തോട്ട് കയറ്റിക്കൊണ്ട് പോവുക. അപ്പം ഈ സമയത്താണെങ്കിലോ മുത്തശ്ശിയോട് വീണ്ടും വീണ്ടും അമൃതയും അപർണയും ചേർന്ന് പറഞ്ഞു. മുത്തശ്ശിക്ക് മനസ്സിലായല്ലോ മുത്തശ്ശിയുടെ വാക്കിന് ഈ വീട്ടിലിപ്പോൾ ഒരു വിലയില്ല എന്ന്. അച്ഛൻ പോലും ചെയ്തതെന്താ? ഞങ്ങൾ ഇത്രയും മക്കളെയൊക്കെ ഒറ്റപ്പെടുത്തിയിട്ട് അച്ഛൻ ചെയ്ത് കൂട്ടിയതെന്താ? അഭിക്കും ജാനകിക്കും മാത്രമായിട്ട് ആ ഒരു എസ്റ്റേറ്റ് കൊടുത്തില്ലേ? ഇതൊക്കെ ശരിയാണെന്ന് മുത്തശ്ശിക്ക് തോന്നുന്നുണ്ടോ? ഇല്ല മോളെ, ഇതൊന്നും ശരിയല്ല. പക്ഷേ ഈ മുത്തശ്ശിയുടെ കാലം കഴിയുന്നത് വരെ ഇവിടെ മുത്തശ്ശിയുടെ തീരുമാനങ്ങൾക്ക് മാത്രമേ വില ഉണ്ടാവുള്ളൂ എന്നും പറഞ്ഞ് നമ്മുടെ മുത്തശ്ശി നല്ല കട്ടക്കലിപ്പിൽ നിൽക്കുക. അമൃതയാണെങ്കിലോ ഏട്ടാ നീ കാണിക്കുന്നതൊക്കെ ശരിയാണോ? ഏട്ടൻ എന്തുമാത്രം ചതിയ ഞങ്ങളോട് എല്ലാവരോടും ചെയ്തത്. ഏട്ടൻ അച്ഛനെ സോപ്പിട്ട് അച്ഛൻ്റെ സ്വത്തുക്കൾ അടിച്ചു മാറ്റാൻ വേണ്ടിയിട്ടാണ് ഇവിടെ കൂടി നിന്നതെന്ന് ഇപ്പം എല്ലാവർക്കും മനസ്സിലായില്ലേ? അതുകൊണ്ടല്ലേ ഏട്ടനോട് അമ്മ പോലും മുഖം തിരിച്ചു നിൽക്കുന്നത്. ഇതൊക്കെ കേട്ട് ആകെ മനസ്സ് വിഷമിച്ച് നമ്മുടെ അഭിയും ജാനകിയോട് അഭി പറഞ്ഞു, പെട്ടെന്ന് തന്നെ ലച്ചുവായിട്ട് റൂമിലേക്ക് പോയിക്കോ. ഒരു കാരണം വെച്ചാലും ലച്ചുവിനെ ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിടാൻ പറ്റില്ല എന്ന് തന്നെ പറഞ്ഞ് അവൻ്റെ ഉറച്ച തീരുമാനത്തിൽ നിൽക്കുക. അതിനുശേഷം അഭി നേരെ പോകുന്നത് സൂര്യനാരായണൻ്റെ റൂമിലേക്ക്. അച്ഛനെ കണ്ട് ഓടിച്ചെന്ന് അച്ഛനെ കെട്ടിപ്പിടിച്ച് കരഞ്ഞിട്ട് നമ്മുടെ അഭി പറഞ്ഞു, അച്ഛാ എന്തിനാ അച്ഛാ മറ്റുള്ളവരിൽ നിന്നുമൊക്കെ എന്നെ ഇങ്ങനെ ഒറ്റപ്പെടുത്തുന്നത്? അച്ഛൻ ഇങ്ങനെ ഒരു കാര്യം ചെയ്തു വെച്ചത് ഞാൻ അറിഞ്ഞതല്ലല്ലോ. എന്നിട്ട് എല്ലാവരും ചേർന്ന് എന്നെ പ്രതിയാക്കുകയല്ലേ ചെയ്തേന്നൊക്കെ പറഞ്ഞ് നമ്മുടെ അഭി സങ്കടപ്പെട്ട് സൂര്യയുടെ അടുത്ത് നിൽക്കുമ്പോൾ സൂര്യനാരായണൻ പറഞ്ഞു, മോനെ, അച്ഛൻ്റെ ശരി അതെന്നും അച്ഛന് ശരി തന്നെയാണ്. ഒരിക്കലും നിനക്ക് ആ എസ്റ്റേറ്റ് തന്നു എന്ന് വിചാരിച്ച് അത് എനിക്കൊരു പ്രശ്നമായിട്ട് തോന്നിയിട്ടില്ല. അച്ഛൻ ഈ കാര്യം അമ്മയോടെങ്കിലും പറയാമായിരുന്നല്ലോ. അമ്മ പോലും ഇപ്പം എന്നോട് സംസാരിക്കുന്നില്ല എന്നൊക്കെ നമ്മുടെ അഭി പറയാണ്. എടാ, ഇത്രയും വർഷമായി നിന്റെ അമ്മ എൻ്റെ കൂടെ ജീവിക്കാൻ തുടങ്ങിയിട്ടും എന്നിട്ടും അവൾക്ക് ഇപ്പോഴും എൻ്റെ സ്വഭാവം മനസ്സിലാകുന്നില്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യാനാ? എന്തായാലും ആരെയും ഫേസ് ചെയ്യാനായിട്ടുള്ള ഒരു മാനസികാവസ്ഥയിലല്ല ഇപ്പം ഞാനുള്ളത്. അതുകൊണ്ട് തന്നെ നീ സമാധാനപരമായിട്ട് ചിന്തിക്കുക. നിനക്ക് വേണ്ടിയിട്ട് ഈ അച്ഛൻ കരുതി വെച്ചതാണ്. അതും ഇപ്പോഴല്ലല്ലോ, 4-5 കൊല്ലങ്ങൾക്ക് മുന്നേ. അച്ഛാ, ഈ വിഷയങ്ങൾ മുഴുവനും ഇപ്പം തമ്പിയും അപർണയും ഒക്കെ വലിയ കാര്യത്തിന് കൊണ്ട് നടക്കും. അച്ഛനറിയാലോ, ഇതൊക്കെ ആ ഉണ്ണിത്താൻ വക്കീൽ അറിഞ്ഞു കഴിഞ്ഞാൽ അതും വലിയ വിഷയമാകും. നമ്മുടെ വീട്ടിലെ സമാധാനമൊക്കെ നഷ്ടപ്പെട്ടു പോവില്ലേ? അതുകൊണ്ട് അച്ഛൻ ആ കാര്യങ്ങൾ കൂടി ഒന്ന് ചിന്തിക്കുക. ഒരു കാര്യം ചെയ്യാം, ഞാൻ ആ ഒരു ക്ലോസും കാര്യങ്ങളും ഒക്കെ നോക്കിയായിരുന്നു. അച്ഛന് ഇത് തിരിച്ച് എടുക്കാനുള്ള ഒരു റൈറ്റ് ഉണ്ടല്ലോ. അതുകൊണ്ട് എൻ്റെയും ജാനകിയുടെയും പേരിൽ എഴുതിയിരിക്കുന്ന ആ എസ്റ്റേറ്റിൻ്റെ പ്രമാണം അത് അച്ഛൻ്റെ പേരിലേക്ക് തന്നെ ആക്കി മാറ്റണമെന്ന് നമ്മുടെ അഭി റിക്വസ്റ്റ് ചെയ്യുക. ഈ കാര്യങ്ങളൊന്നും അക്സെപ്റ്റ് ചെയ്യാനായിട്ട് നമ്മുടെ സൂര്യനാരായണൻ തയ്യാറല്ല. അദ്ദേഹത്തിന് ഒരേ ഒരു തീരുമാനമേ ഉള്ളൂ എന്നും പറഞ്ഞ് അവിടുന്ന് പോവുകയാണ്. പിന്നീടാണെങ്കിലോ പിന്നീട്
ആ ഒരു സീനിന് ശേഷം നമ്മളെ കാണിക്കുന്നത് വളരെ സങ്കടത്തിലിരിക്കുന്ന പ്രഭയുടെ അടുത്തേക്ക് അടുത്ത തിരുപ്പനുമായിട്ട് ചെല്ലുന്ന അജയാണ്. അപ്പം അജയ് പ്രഭയുടെ അടുത്ത് ചെന്നതും, അമ്മ എനിക്ക് അമ്മയോട് ഒരു കാര്യം സംസാരിക്കാനുണ്ട്. എന്താണ് നിനക്ക് സംസാരിക്കേണ്ടത്? ഞാൻ ആകെ മൊത്തം വിഷമത്തിലിരിക്കുകയാണെന്ന് മനസ്സിലാക്കിയിട്ടാണോ നീ ഇങ്ങോട്ട് വന്നത്? അതുകൊണ്ട് ദയവ് ചെയ്ത് എനിക്ക് കുറച്ച് സമയം കൂടി തനിച്ചിരിക്കണം. അമ്മ എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ കൂടി അമ്മ ഒന്ന് കേൾക്ക്. അച്ഛൻ ഈ കാണിച്ചത് മുഴുവനും ശരിയാണെന്ന് അമ്മയ്ക്ക് തോന്നുന്നുണ്ടോ? അമ്മയോട് പോലും ഒരു വാക്ക് പോലും സംസാരിക്കാതെ അച്ഛൻ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത് എനിക്ക് വിശ്വസിക്കാനേ പറ്റുന്നില്ല. അതും പോരാഞ്ഞിട്ട് ജാനകി ഏട്ടത്തിയുടെ പേരിൽ കൂടി ആ പ്രോപ്പർട്ടി ആക്കിയല്ലോ. ഇനി അഭിയേട്ടന് മാത്രമായിട്ടാണ് കൊടുത്തിരുന്നതെങ്കിലും അച്ഛൻ അച്ഛൻ്റെ മകന് വേണ്ടിയിട്ട് വാങ്ങിയതാണെന്ന് നമുക്ക് വിചാരിക്കാം. പക്ഷേ ജാനകി ഏട്ടത്തിക്ക് സ്വത്ത് കൊടുക്കുന്നതിലൊന്നും ഞങ്ങൾക്കാർക്കും ഒരു പ്രശ്നമില്ല. എന്നാലും അച്ഛൻ ഇപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു ക്ലോസ് വെച്ചത് കൊണ്ട് ഒരു പ്രശ്നമുണ്ട്. ദേ അപർണയും തമ്പിയും അടങ്ങിയിരിക്കുമോ? ഇല്ല. അപർണയുടെ കയ്യിൽ അന്ന് എഴുതിയ ആധാരത്തിൻ്റെ കോപ്പി വരെ കിട്ടിയെങ്കിൽ അമ്മ ഒന്ന് ആലോചിച്ച് നോക്ക്. ദേ ഇപ്പം ഈ കാര്യങ്ങൾ മുഴുവൻ അറിഞ്ഞു കഴിയുമ്പോൾ തമ്പിയുടെ മോളും കൂടി എന്തൊക്കെ തിരുപ്പൻ ഉണ്ടാക്കി വെക്കുമെന്ന്. അതുമാത്രമല്ലല്ലോ, അവർ നിരഞ്ജനയുടെ അച്ഛൻ്റെ അടുത്ത് പോയി ഈ വിവരങ്ങളൊക്കെ പറയില്ലേ? അവസാനം നിരഞ്ജനയുടെ അച്ഛൻ്റെ മുന്നിൽ ഞാൻ നാണം കെട്ട് നാറി നിൽക്കുകയാണ്. അമ്മയ്ക്ക് അതൊന്നും അറിയണ്ടല്ലോ. എന്നിട്ട് അമ്മ ഈ കാര്യങ്ങൾക്കൊന്നും പ്രതികരിക്കാതെ ഇരുന്ന് കഴിഞ്ഞാൽ ഞങ്ങൾ മക്കൾ പിന്നെ എന്താ ചെയ്യേണ്ടതെന്ന് നമ്മുടെ അജയ് ചോദിക്കുക. ഇതൊക്കെ കേട്ട് കഴിയുമ്പോൾ ഒന്നും കൂടി ദേഷ്യമായി പ്രഭയ്ക്ക്. പ്രഭയാണെങ്കിൽ നീ എന്തായാലും ഇപ്പം എൻ്റെ റൂമിൽ നിന്ന് പോയിക്കോ, കാര്യങ്ങളൊക്കെ ഞാനൊരു നീക്കുപോക്കാക്കിക്കോളാമെന്നും പറഞ്ഞ് നമ്മുടെ അജയ് പറഞ്ഞയച്ചതിന് ശേഷം നേരെ പ്രഭ ചെല്ലുന്നത് സൂര്യനാരായണൻ്റെ റൂമിലേക്കാണ്. സൂര്യയുടെ അടുത്ത് ചെന്നതും, താൻ ഇപ്പോഴെങ്കിലും എൻ്റെ റൂമിലേക്കൊന്ന് വന്നല്ലോ. ഞാൻ ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ. നിങ്ങൾ കാണിച്ചു കൂട്ടിയതിൻ്റെ ചില കാര്യങ്ങൾ ഇത്രയും വർഷമായിട്ട് നിങ്ങൾ എന്തൊക്കെയാണ് എന്നോട് മറച്ചു വെച്ചത്? എനിക്ക് അതിലൊക്കെ നല്ല വിഷമമുണ്ടെന്നും പറഞ്ഞ് പ്രഭയാണെങ്കിൽ തൻ്റെ മനസ്സിലുള്ള സങ്കടങ്ങൾ മുഴുവനും സൂര്യയുടെ അടുത്ത് സംസാരിച്ച് തീർക്കുക. സൂര്യയാണെങ്കിലോ, ഞാൻ കാണിച്ചത് അത്ര വലിയ തെറ്റായിട്ടൊന്നും പ്രഭ ഇപ്പോഴും എനിക്ക് തോന്നുന്നില്ല. അവൻ്റെയും അതുപോലെ തന്നെ ജാനകിയുടെയും വിവാഹം കഴിഞ്ഞ സമയമായിരുന്നില്ലേ അത്? അതുകൊണ്ട് ആ സമയത്ത് ഞാൻ അങ്ങനെ ഒരു തീരുമാനം എടുത്തു. പിന്നെ തന്നോട് പറയാതിരുന്നത്